വൻ തിരിച്ചടി ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരസ്കാരിക്ക് എതിരായ ഇഡി കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇഡി അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ഇഡി അധികാരം ദുർവിനിയോഗം ചെയ്തതെന്നും കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഇതിൽ ഇഡിയെ കുടഞ്ഞിരിക്കുകയാണ് കോടതി. ഈ സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന്, മാധ്യമപ്രവർത്തനത്തിന് തടയിടുന്നതായിരുന്നു ഇഡിയുടെ നീക്കങ്ങൾ എന്ന് കോടതി വിമർശിച്ചിട്ടുണ്ടല്ലോ. അനുഭവ തീർച്ചയായിട്ടും ഇഡിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരസ്കാരിക്ക് എതിരായിട്ടുള്ള ഇഡിയുടെ നടപടികൾ. അന്ന് ന്യൂസ് ക്ലിക്ക് സ്ഥാപനങ്ങളിൽ ഇഡി നടത്തിയ വ്യാപകമായ റെയ്ഡുകൾ, പല സാധനങ്ങൾ കണ്ടെടുക്കുകയും അത് സീൽ ചെയ്തു പോകുന്നതടക്കമുള്ള നടപടികളെല്ലാം കണ്ടതാണ്. അന്ന് തന്നെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും ആ കേസ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇഡി ആരോപിക്കുന്നത് പോലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായി തെളിയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി ആ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിരൂക്ഷമായ വിമർശനം കൂടി ഡൽഹി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. ഇഡി അധികാര ദുർവിനിയോഗം നടത്തി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ആ അധികാര ദുർവിനിയോഗം നടത്തിയതെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന ഇഡിയുടെ ആരോപണം അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണയാണ് ഈ ഇഡിയുടെ കേസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ആദ്യമായി ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്നാണ് ഇഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ആരംഭിക്കുന്നത്. തുടർന്നാണ് ഈ നടപടികൾ ന്യൂസ് ക്ലിക്ക് സ്ഥാപനത്തിന് നേരെ ഉണ്ടാകുന്നതും തുടർന്ന് ഇതിന്റെ കേസുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഇതിൽ ഡൽഹി ഹൈക്കോടതി പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായി ഇഡി അന്വേഷണങ്ങൾ നടത്തി. പലരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എന്നാൽ കുറ്റകരമായ ഒന്നും തന്നെ കണ്ടെത്താനോ രേഖപ്പെടുത്താനോ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഡൽഹി ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ PMLA പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായി ഒരു സൂചനയും ഈ ഇഡിയുടെ അന്വേഷണത്തിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്നും ഡൽഹി ഹൈക്കോടതി പറയുകയാണ്. അങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരസ്കാരിക്കെതിരായ CMLA കേസ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്ക് അന്ന് ആ ഘട്ടത്തിൽ പോലും വലിയ വിമർശനങ്ങൾ ഇഡിക്ക് നേരെ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ശരിവയ്ക്കും തരത്തിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇതിന് സമാനമായ വിമർശനങ്ങൾ പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഇഡിക്ക് വിമർശനങ്ങൾ പല കേസുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതിയിൽ വിമർശിച്ചത് ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ട് എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായി കൂടി ഏറെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ന്യൂസ് ക്ലിക്ക് BJPക്കെതിരെ, മോദി സർക്കാരിനെതിരെ വലിയ വാർത്തകൾ പുറത്തുവിട്ടതാണ്. അതിനെതിരെ അത്തരത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളെല്ലാം നിലനിന്നതാണ്. ഇപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ഡൽഹി ഹൈക്കോടതി ഈ വിമർശനം ഇഡിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.